ജീവിതവും എന്ന പഠന പരമ്പരയുടെ ഭാഗമായിട്ടുള്ള ക്ലാസ് ഇന്ന് നമുക്ക് പ്രകാരം കൂടി വരുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് നാം പഠിക്കാനായിട്ട് പോകുന്നത് കർത്താവിൻ്റെ ശിഷ്യത്വവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ശിഷ്യത്വം നമുക്ക് പരിചയമില്ലാത്ത ഒരു വിഷയമല്ല. അത് സംബന്ധിച്ച പല ധാരണകളും നമ്മുടെ മനസ്സിലുണ്ട്. പലർക്കും നമ്മളൊക്കെ ശിഷ്യന്മാരുമാണ്. കർത്താവിൻ്റെ ശിഷ്യത്വം നമ്മുടെ കർത്താവിനെ അനുഗമിക്കാനായിട്ട് നാം തീരുമാനിച്ച അന്ന് മുതൽ നാം ശിഷ്യത്വത്തിൻ്റെ പാതയിലാണ്. കർത്താവിനെ വിശ്വസിക്കുക, അനുസരിക്കുക, അനുഗമിക്കുക, ഇതെല്ലാം പരസ്പരം ബന്ധമുള്ള അല്ലെങ്കിൽ ഒന്നിൻ്റെ തുടർച്ചയായിട്ടുള്ളതാണ് മറ്റ് കാര്യങ്ങൾ. ഇത് തമ്മിൽ നമുക്ക് വേർതിരിക്കുവാനായിട്ട് കഴിയുന്നത്. ഇന്നത്തെ ക്ലാസ് കൈകാര്യം ചെയ്യുന്ന പ്രിയ ജോർജ് മുസ്തഫറിനാണ്. അദ്ദേഹത്തെ ഞാനൊരു ജീവചരിത്ര കഥ പറഞ്ഞിട്ട് തുടങ്ങാം. ടോം സ്കിന്നർ എന്ന് പറഞ്ഞൊരു ബ്ലാക്ക് അമേരിക്കൻ സുവിശേഷ പ്രവർത്തനുണ്ട്. 1942 ന്യൂയോർക്കിൽ ജനിച്ച അദ്ദേഹം ഒരു ബാപ്റ്റിസ്റ്റ് പാസ്റ്ററുടെയും ദൈവഭക്തിയായിട്ടൊരു സ്ത്രീയുടെയും മകനായിട്ടാണ് ജനിച്ചത്. ന്യൂയോർക്കിലെ ഹർലം എന്നുള്ള ഒരു സബർബില് ഇദ്ദേഹം ജീവിച്ചു വരുന്ന സമയത്ത് അവിടെ മയക്കുമരുന്നും വയലൻസും അതുപോലെ തന്നെ അക്രമ സ്വഭാവങ്ങളൊക്കെയുള്ള ധാരാളം സ്ട്രീറ്റ് ചിൽഡ്രൻ അല്ലെങ്കിൽ അങ്ങാടിയിലെ മക്കളുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹം വളർന്നത്. അപ്പോൾ അവിടെ ഗുണ്ടാ സംഘങ്ങളുണ്ട്. ഹർലമിലുള്ള ഒരു പേരുകേട്ട ഗുണ്ടാ സംഘത്തിന്റെ പേരാണ് ഹർലം ലോർഡ്സ്. ഈ ദൈവഭക്തരായ മാതാപിതാക്കൾ ജനിച്ച ഈ മകൻ ഈ ഹർലം ലോർഡ്സിൽ ചേരാനായിട്ട് തീരുമാനിച്ചു. എൻട്രൻസ് ടെസ്റ്റ് എന്താണെന്ന് കേൾക്കണം. 14-15 വയസ്സുള്ള ഈ ചെറുക്കൻ ഹർലം ലോർഡ്സിൽ ചേരാനായിട്ട് താല്പര്യം കാണിച്ചപ്പോൾ അതിൻ്റെ ഏരിയയിൽ ഒരു പ്രത്യേക ഏരിയയിൽ ഇവനൊരു ദിവസം ചെല്ലുകയാണ്. വൈകുന്നേരം ഒരു 4-5 പേര് ഇവനെ അങ്ങ് പൊതിരെ തല്ലി. അതാണ് കണ്ടീഷൻ. കരയാനോ ഒരു തുള്ളി കണ്ണുനീര് വരാനോ അനുവാദമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തോറ്റു. അവൻ ചെന്നു പൊരിഞ്ഞ തല്ല് വാങ്ങിച്ചു. കരഞ്ഞില്ല, ഒരു തുള്ളി കണ്ണീര് വന്നില്ല. അവൻ ജയിച്ചു. ടെസ്റ്റ് പാസ്സായി. ടെസ്റ്റ് പാസ്സായെന്ന് മാത്രമല്ല, താമസിയാതെ തന്നെ ഹർലം ലോർഡ്സിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്കാണ്. ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്തിയതിന് ശേഷം ഒരു ദിവസം ഇവരൊരു വലിയ സ്ട്രീറ്റ് ഫൈറ്റ് പ്ലാൻ ചെയ്യായിരുന്നു. അപ്പൊ ക്യാപ്റ്റനാണ് അതിന്റെ തന്ത്രങ്ങളൊക്കെ മെനയുന്നത്. അദ്ദേഹത്തിന്റെ റൂമില് സാവകാശമായിട്ടിരുന്ന് ഈ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അലസമായിട്ട് തന്റെ സീറ്റിന്റെ പുറകില് റേഡിയോ ഓൺ ചെയ്ത് വെച്ചു. ഈ റേഡിയോയിൽ നിന്ന് ആ സമയത്ത് ഒരു സുവിശേഷ സന്ദേശമാണ് വന്നുകൊണ്ടിരുന്നത്. അറിയാതെ അത് ശ്രദ്ധിച്ചു പോയി. ഈ തന്ത്രം മെനഞ്ഞത് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഇദ്ദേഹത്തിന് തന്ത്രത്തിന് ശ്രദ്ധിക്കാൻ പറ്റാതെ പോയി. ഈ സന്ദേശത്തിലായി ശ്രദ്ധ. എന്ന് മാത്രമല്ല, നിങ്ങൾ ഊഹിച്ചതുപോലെ ടോം സ്കിന്നർ അവിടെ വെച്ച് കർത്താവിനെ സ്വീകരിച്ചു. കർത്താവിനെ സ്വീകരിച്ചതിന് ശേഷം പിന്നെ ഈ ഹർലം ലോർഡ്സിന്റെ ക്യാപ്റ്റനായിട്ട് സ്ട്രീറ്റ് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ? എളുപ്പമുള്ള കാര്യമല്ല. അവിടുത്തെ ഊരിപ്പോരാന്നുള്ളത് അവർ ബാക്കി വെച്ചിരിക്കില്ല. എന്നാൽ അദ്ദേഹം ഊരിപ്പോന്നു. അതിനുശേഷം 1956 അദ്ദേഹം ഒരു ബൈബിൾ കോളേജിൽ ചേർന്ന് പഠിച്ചു. അദ്ദേഹം നേര് പറഞ്ഞൊരു വലിയ സുവിശേഷ പ്രവർത്തകനായിട്ട്. ഇപ്പൊ ഞാൻ ഈ കഥ പറഞ്ഞത് ഇദ്ദേഹം കൈക്കൊണ്ട് ചില തീരുമാനങ്ങൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ബാപ്റ്റിസ്റ്റ് പാസ്റ്ററുടെയും ദൈവഭക്തിയായിട്ട് അമ്മയുടെയും മകൻ എന്തുകൊണ്ട് എങ്ങനെ ഹർലം ലോർഡ്സിൽ അംഗമായി ചേരാൻ തീരുമാനിച്ചു, അതിനുശേഷം അവൻ എങ്ങനെ അതിൽ നിന്ന് ഇറങ്ങിപ്പോന്നു, അതിനുശേഷം സുവിശേഷ പ്രവർത്തനത്തിലേക്ക് എങ്ങനെ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ വിഷയത്തെക്കുറിച്ച് ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ചിന്ത, നമ്മുടെ തീരുമാനങ്ങൾ നമ്മെ കുറിച്ച് വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നമ്മുടെ തീരുമാനങ്ങൾ 3 കാര്യങ്ങളെങ്കിലും നമ്മളെ കുറിച്ച് വെളിപ്പെടുത്തുന്നു.
ഒന്ന്, എൻ്റെ ജീവിത ദർശനം എന്താണ് എന്ന് എൻ്റെ തീരുമാനങ്ങൾ വെളിപ്പെടുത്തും. രണ്ട്, എൻ്റെ മൂല്യങ്ങൾ അല്ലെങ്കിൽ മുൻഗണനകൾ എന്തൊക്കെയാണെന്ന് എൻ്റെ തീരുമാനങ്ങൾ വെളിപ്പെടുത്തും. മൂന്ന്, എൻ്റെ ബന്ധങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യവും എൻ്റെ തീരുമാനങ്ങൾ വെളിപ്പെടുത്തും. തീരുമാനങ്ങളെ കുറിച്ചുള്ളൊരു പ്രസ്താവന ഞാൻ ആദ്യമായി വായിച്ച് കേൾപ്പിക്കാം. അന്ന എല്ല റൂസ്വെൽറ്റ് എന്നുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാര്യയായിട്ടുള്ള സ്ത്രീയാണ്. അദ്ദേഹവും ഒരു ഡിപ്ലോമാറ്റും ജീവിതത്തെ കുറിച്ച് ദർശനമൊക്കെ ഉള്ള ഒരു സ്ത്രീയായിരുന്നു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: മനുഷ്യന്റെ ജീവിതത്തിലെ തീരുമാനങ്ങളൊക്കെയും അവർ പ്രവൃത്തി കൊണ്ടാണ് പ്രകടമാക്കുന്നത്, വാക്കുകൾ കൊണ്ടല്ല. ഒരു ജീവിത തത്വശാസ്ത്രം മനുഷ്യർക്കുണ്ടെങ്കിൽ അത് പ്രകടമാക്കുന്നത് നമ്മുടെ ജീവിതം കൊണ്ടാണ്. അപ്പൊ എന്നതുപോലെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ ജീവിത തത്വശാസ്ത്രം, നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നുള്ളതാണ് വസ്തുത നാം പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യരൊക്കെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരവൊന്നും പറയുന്നത് വിശ്വസിക്കേണ്ട. അവരെന്തിനാണ് ജീവിക്കുന്നതെന്ന് നോക്കിക്കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഈ ദർശനത്തെ സംബന്ധിച്ച് എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ഒരു ചിന്ത പൗലോസിന്റെ ഒരു പുസ്തകമാണ്. പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായത്തില് 19-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചു. പൗലോസ് അതുവരെ ഒരു ദർശനവുമായിട്ട് ഓടുന്ന ആളായിരുന്നു. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുക എന്നുള്ള ദർശനമായിരുന്നു. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ക്രിസ്ത്യാനികളുടെ നേതാവായിട്ടുള്ള യേശു ക്രിസ്തു ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് പ്രത്യക്ഷനായി. തേജോമയനായ ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ തേജസ്സോടു കൂടി പ്രത്യക്ഷനായി പൗലോസ് വീണു, നിലംപരിയായിപ്പോയി. മുള്ളിന് നേരെ ഉദിക്കുന്നത് നിനക്ക് നന്നല്ല എന്നത്. നീ ആരാണ് കർത്താവ്? നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുതൻ. പൗലോസിന് പറ്റിയ വ്യത്യാസം അല്ലെങ്കിൽ അവിടെ ഉണ്ടായ കാഴ്ചയിലെ വ്യത്യാസം എന്ന് പറയുന്നത്, യേശുവിനെ കുറിച്ച് പൗലോസിനെ അറിയാം, യേശു ജീവിച്ചിരുന്ന വ്യക്തിയാണെന്നറിയാം. പക്ഷെ അദ്ദേഹം ഒരു ഇമ്പോസ്റ്റർ ആണ്, ഒരു കള്ളനാണ്, ഒരു വഞ്ചകനാണ് എന്നാണ് പൗലോസ് ഇതുവരെ വിചാരിച്ചിരുന്നത്. യഹൂദ മതത്തെ നശിപ്പിക്കാൻ വന്നൊരു വ്യക്തി. എന്നാൽ ഇപ്പോ അല്ല, ഇത് ഈ ക്രിസ്തു ശിഷ്യന്മാർ പ്രസംഗിക്കുന്ന പോലെ മശീഹ തന്നെയാണ്. തന്റെ ക്രൂശ് മരണം പാപികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള യാഗമരണമാണ് എന്നൊക്കെ മനസ്സിലായപ്പോൾ പൗലോസിന് ദർശനം പാടി. പൗലോസിനോട് പറഞ്ഞു, നിന്നെ ഞാൻ അയക്കും, അനേകർക്ക് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ ശക്തിയിൽ നിന്ന് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് പ്രവേശനം നൽകാൻ വേണ്ടി നിന്നെ ഞാൻ അയക്കും. നീ ധൈര്യമായിരിക്കുക, ഞാൻ നിന്നോട് കൂടെ. ഇതിനെ കുറിച്ചാണ് സ്വർഗീയ ദർശനം എന്ന് പറഞ്ഞത്. ഈ ദർശനം പൗലോസിന് കിട്ടിയപ്പോൾ പൗലോസിന് അതിനെ കുറിച്ച് പറയാനുള്ളത്, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചില്ല എന്നാണ്. ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യാനല്ലല്ലോ നമ്മൾ പ്രാഥമികമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ആദ്യം തന്നെ ഒരു പ്രാക്ടിക്കൽ ചോദ്യം ചോദിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും, എന്റെ കേൾവിക്കാരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് നിങ്ങൾ ഞങ്ങളെ പറഞ്ഞു കേൾപ്പിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് മറ്റുള്ളവരോട് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ജീവിതം ഒബ്സർവ് ചെയ്താൽ ആ കാര്യം വ്യക്തമായി കാണും. നമ്മുടെ ജീവിത ദർശനത്തെ നാം വെളിപ്പെടുത്തും, ഒളിഞ്ഞിരിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്, നമ്മുടെ മൂല്യങ്ങളെ നമ്മുടെ തീരുമാനങ്ങൾ വെളിപ്പെടുത്തും. ഞാൻ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു? സത്യത്തിനും നീതിക്കും ന്യായത്തിനും വേണ്ടി പ്രാധാന്യം കൊടുക്കുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ നാം അത് നമ്മുടെ തീരുമാനങ്ങളോട് പ്രകടമാക്കിക്കൊണ്ടിരിക്കും. കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? കുടുംബം നമുക്ക് പ്രിയപ്പെട്ടതാണോ? അത് നമ്മൾ വെളിപ്പെടുത്തും. ലോകത്തിലെ സകല മനുഷ്യരെയും പോലെ, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം മനുഷ്യരെയും പോലെ, ഈ ഭൂമിയിലെ പണമുണ്ടാക്കുന്നതിനും സുഖം അനുഭവിക്കുന്നതിനുമാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അത് നമ്മുടെ ജീവിതം കൊണ്ട് തെളിവാണ്. ഉദാഹരണത്തിന്,
ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനൊരു ജോലി കിട്ടി. അദ്ദേഹത്തിന്റെ ജോലിയിൽ അദ്ദേഹത്തിന് 70 മണിക്കൂർ, ആഴ്ചയിൽ 70 മണിക്കൂർ ജോലി ചെയ്യും. നല്ല ശമ്പളം. അദ്ദേഹം ഈ ജോലി തിരഞ്ഞെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ മൂല്യങ്ങൾ എന്താണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളാണെങ്കിൽ 70 മണിക്കൂർ ജോലി ചെയ്തിട്ട് തന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾക്ക് അന്വേഷിക്കാൻ സമയം പോരാതെ വരും എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഒരുപക്ഷെ ആ ജോലി സ്വീകരിക്കാനായിട്ട് സാധ്യതയില്ല. എന്നാൽ പണത്തിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അദ്ദേഹം ആ ജോലി സ്വീകരിച്ചതിരിക്കും. കുടുംബം എന്തായാലും പ്രശ്നമുണ്ടാകും. മൂന്നാമതായിട്ട് നമ്മുടെ ബന്ധങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമ്മുടെ തീരുമാനം. നമുക്ക് സാമൂഹ്യ ബന്ധങ്ങളുണ്ട്. മനുഷ്യരാരും ഒറ്റയ്ക്ക് കഴിയുന്നവരല്ലല്ലോ. അങ്ങനെയുള്ള ഒരു ചുരുക്കമാണ്. മനുഷ്യന് നേര് പറഞ്ഞ ബന്ധങ്ങളില്ലാതെ പറ്റുകയില്ല. ഇപ്പൊ ബന്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രാഥമികമായിട്ട് 2 തരത്തിലുള്ള യൂണിറ്റുകളാണ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പറയാനായിട്ടുള്ളത്. ഒന്ന് നമ്മുടെ കുടുംബം, 2 നമ്മുടെ സഭ. ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കൊക്കെ പൊതുവെ ഒരു പൊതുവായിട്ടുള്ള പ്രകൃതം കാണും. ഇന്നാളുടെ മക്കളെന്ന് പറഞ്ഞാൽ അവരെ കുറിച്ചൊരു പ്രതീക്ഷയില്ല. ആ കുടുംബത്തിന്റെ സ്വാധീനം ഈ മക്കളിൽ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളിൽ പ്രകടനം എന്ന് പറഞ്ഞാൽ കുടുംബം എന്ന യൂണിറ്റിന്റെ പൊതുവായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഈ കുടുംബത്തിലെ അംഗങ്ങളെ സ്വാധീനിക്കും. അപ്പൊ ഈ പൊതുവായിട്ടുള്ള കുടുംബത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നും വളരെ വ്യത്യാസമായിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊള്ളാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായി. എന്നതുപോലെ തന്നെ ഒരു സഭയുടെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോഴും ആ സഭ എങ്ങനെയുള്ള സഭയാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ആ സഭ ഈ വ്യക്തിയുടെ മേൽ ചെലുത്തുന്ന സ്വാധീനങ്ങളുടെ പ്രകടനം അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. സഭ അദ്ദേഹം ഏത് സഭക്കാരനാണെന്ന് ഒരുപക്ഷെ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ കണ്ടാൽ ഒരുപക്ഷെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പൊ തീരുമാനങ്ങൾ നമ്മെ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഒളിഞ്ഞിരിക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ അപ്പസ്തോലന്മാരുടെ ശിഷ്യത്വ മോഡലാണ്. അപ്പസ്തോലന്മാർ എങ്ങനെ ശിഷ്യന്മാരെ ഉണ്ടാക്കും? നമുക്ക് അപ്പസ്തോല പ്രവൃത്തികൾ 11-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. ക്രിസ്ത്യാനി എന്നുള്ള വാക്ക് ബൈബിളിൽ ആദ്യമായി ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലമാണ്. നമുക്ക് കഥയറിയാം. അന്ത്യോക്യയിൽ വെച്ചാണ് ആദ്യമായിട്ട് ചിതറിപ്പോയവർ കർത്താവിനെ കുറിച്ച് യഹൂദന്മാരല്ലാത്തവരോട് കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞത്. ധാരാളം പേര് രക്ഷിക്കപ്പെട്ടു. വിവരം പറഞ്ഞ് ബർന്നബാസിനെ ജെറുസലേമിലെ സഭ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ദൈവകൃപ കണ്ട് ബർന്നബാസ് വളരെ സന്തോഷിച്ചു. ഒറ്റയ്ക്ക് പറ്റൂല ഈ പണി എന്ന് മനസ്സിലാക്കി ശൗലിനെ തിരയാൻ തർസോസിൽ പോയി ശൗലിനെ കൂട്ടിക്കൊണ്ടുവന്നു. ഒരു സംവത്സരത്തോളം അവർ സഭായോഗങ്ങളിൽ കൂടി വരികയും ജനത്തെ പഠിപ്പിക്കുകയും ചെയ്തു. ഒരു കൊല്ലത്തെ പരിശീലനത്തിന്റെ ഫലമായിട്ട് അവിടുത്തെ പുതിയ വിശ്വാസികൾ യേശുക്രിസ്തുവിനെ പോലെയുള്ളവരായി തീർന്നു എന്നല്ലേ മനസ്സിലാകുന്നത്. ക്രിസ്ത്യാനികളായി തീർന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ എന്ന് നാട്ടുകാരെ വിളിച്ചെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ചുരുക്കം ചില കാര്യങ്ങൾ. ശിഷ്യന്മാരെ കുറിച്ച് നമുക്ക് ബൈബിളിലുള്ള കൽപ്പനകൾ, വേദഭാഗങ്ങൾ വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യം ശിഷ്യനാകാനായിട്ടുള്ള കൽപ്പനയല്ല, ശിഷ്യനാക്കാനായിട്ടുള്ള കൽപ്പനയാണ്. ഈ വേദഭാഗത്തിലെ ബർന്നബാസും പൗലോസും ചേർന്നാണ് അവരെ ശിഷ്യ പരിശീലനം അല്ലെങ്കിൽ ശിഷ്യവൽക്കരണം നടത്തിയത്, ശിഷ്യന്മാരായിട്ട് പരിശീലിപ്പിച്ചത്.
അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഈ ഒരു കൊല്ലത്തെ പരിശീലനം കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഒറ്റ കൊല്ലത്തെ പരിശീലനം കൊണ്ട് അവർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് നാട്ടുകാർ വിളിക്കത്തക്കവണ്ണം അവർക്ക് രൂപാന്തരം വന്നത് എന്തുകൊണ്ടാണ്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഉത്തരം ലളിതമായിട്ട് ഞാൻ പറയാം. അത് ബർണബാസും ശൗലും അവരെ പരിശീലിപ്പിക്കുന്നവരായതുകൊണ്ടാണ്. ബർണബാസും ശൗലും നേരത്തെ തന്നെ യേശുവിന്റെ ശിഷ്യന്മാരാണ്, അല്ലെങ്കിൽ യേശുവിന്റെ പ്രകൃതമുള്ളവരാണ്. അപ്പൊ അവരെ കണ്ടുകൊണ്ടും അവരുടെ പാഠങ്ങൾ ജീവിതത്തിൽ നിന്നും അതുപോലെ തന്നെ അവരുടെ വാമൊഴി വഴിയും കേട്ടും ആണ് അവർ പരിശീലനം നേടി. അപ്പൊ ഊന്നി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം, ശിഷ്യന്മാരെ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാനായിട്ടുള്ള കൽപ്പന, ശിഷ്യന്മാരാകാനായിട്ടുള്ള കൽപ്പനയല്ല. ഇപ്പൊ ഈ നമ്മുടെ തലക്കെട്ട് തീരുമാനങ്ങളും ശിഷ്യത്വവും എന്നുള്ള തരത്തിലാണ് നമുക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് പറയാനായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ശിഷ്യരാകാനായിട്ടുള്ള തീരുമാനം തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ ശിഷ്യരാക്കാനായിട്ടുള്ള ആളുകളും വേണം. ശിഷ്യരാക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ആളുകളുടെ പരിശീലന കളരിയിലാണ് യഥാർത്ഥത്തിലുള്ള ശിഷ്യന്മാരുണ്ടായി വരിക എന്നുള്ള കാര്യം. ഇനി നമുക്ക് നമ്മുടെ കർത്താവിന്റെ മോഡലിലും കൂടി നമുക്ക് നോക്കാം. മൂന്നാമതായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ചിന്ത അതാണ്. കർത്താവിന്റെ മോഡലില് കർത്താവ് ശിഷ്യന്മാരെ ഉണ്ടാക്കിയതിനെ കുറിച്ച് നമുക്ക് സുവിശേഷങ്ങൾ ധാരാളം വായിക്കാം. ആദ്യം തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒരു വേദഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം, അതിന്റെ 35 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കും. പിറ്റന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട അവരോട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്, വന്ന് കാൺമിൻ. നീ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ റബ്ബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്, വന്ന് കാൺമിൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അവനോട് കൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10-ാം മണി നേരമായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച് 2 പേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തന്റെ സഹോദരനായ ശീമോനെ കണ്ട്, ശീമോൻ ആദ്യം കണ്ട അവനോട്, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശിമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാണ്. അപ്പൊ യേശുവിനെ കാണിച്ചു കൊടുത്ത ഒരാള് യോഹന്നാൻ, യോഹന്നാന്റെ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തു. യോഹന്നാന്റെ ദൗത്യവാദമാണ് യേശുവിന്റെ അടുക്കിലേക്ക് ആളുകളെ നടത്തുക എന്നുള്ളതാണ്. യേശുവിന്റെ അടുത്ത് ചോദിച്ചു, നീ എവിടെ പാർക്കുന്നു, വന്നു കാണുക. എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു തന്നെ ഒരുപക്ഷെ പോയി കാണാനായിരിക്കാം. അപ്പൊ യേശുവിന്റെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ചപ്പോ മനസ്സിലായ കാര്യം എന്താണ്? അന്ത്രയോസിനും മനസ്സിലായ കാര്യം എന്താണ്? ഇത് മശിഹയാണ്, നമ്മൾ കാത്തിരുന്ന മശിഹയാണ്, ഇവരെയല്ലേ പിന്തലേണ്ടത് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. ഇപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്, മശിഹായെ കണ്ടവരാണ് മശിഹായെ പിന്തുടരുന്നത്. ശിഷ്യരാകുന്നത് യേശുവിന്റെ ശിഷ്യരായിട്ടാണ് നമ്മൾ തീരുന്നത്. നമുക്ക് മറ്റു ചില വേദഭാഗങ്ങൾ കൂടി വായിക്കാം.
മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18 മുതൽ 22 വരെ. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്ന് പേരുള്ള ശീമോൻ, അവന്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻപിടിക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് മുമ്പോട്ട് പോയാറെ സെബദിയുടെ മകൻ യാക്കോബും അവന്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ 2 സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ടു. അവരെയും വിളിച്ചു. അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു. ഇപ്പൊ പത്രോസിനെയും അന്ത്രയോസിനെയും കുറിച്ചുള്ള കാര്യം നമ്മൾ നേരത്തെ വായിച്ചാണ്. ഒരുപക്ഷെ അന്ന് യേശുവിന്റെ കൂടെ പരിചയപ്പെട്ടതിന് ശേഷം വീണ്ടും അവര് തൊഴിലിലേക്ക് പോയിരുന്നിരിക്കാം. പക്ഷെ ഇത്തവണ വിളിച്ചപ്പോ അവര് എല്ലാം ഉപേക്ഷിച്ച് പോയി. അതേപോലെ തന്നെ യോഹന്നാനും യാക്കോവും അവരും എല്ലാം ഉപേക്ഷിച്ച് പോയി. അപ്പൊ ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ഇതേപോലെ തന്നെ മത്തായി സുവിശേഷം 9:9 നമ്മൾ മത്തായിയെ കുറിച്ച് വായിക്കുന്നുണ്ട്. യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. അപ്പൊ യേശുവിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്ത ആളുകളെ യേശുവിനെ അനുഗമിക്കുകയില്ല, യേശുവിന്റെ ശിഷ്യന്മാരാകാൻ പോകില്ല. യേശുവിന്റെ ശിഷ്യന്മാരാകാൻ പോകുന്നത് യേശുവിനെ കുറിച്ചൊരു ധാരണയുള്ളവരാണ്. എന്ന് മാത്രമല്ല, ഈ യേശുവിന്റെ കൂടെ പോയി യേശുവിനെ പോലെ ആയിത്തീരണം, യേശുവിന്റെ തരത്തിലുള്ള ഒരു മിനിസ്റ്റർ ചെയ്യണം എന്ന താല്പര്യമുള്ള ആളുകൾ. എന്നാൽ വേറൊരു വേദഭാഗം നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 18 മുതൽ 22 വരെയുണ്ട്. എന്നാൽ യേശു തന്റെ ചുറ്റും വളരെ പുരുഷാരത്തെ കണ്ടാറെ അക്കരയ്ക്ക് പോകാൻ കൽപ്പിച്ചു. അന്നൊരു ശാസ്ത്രി അവന്റെ അടുക്കൽ വന്നു, ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളും മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞു. ശിഷ്യന്മാരിൽ വേറൊരുത്തൻ അവനോട്, കർത്താവേ, ഞാൻ മുമ്പേ പോയി എന്റെ അപ്പനെ അടക്കം ചെയ്യുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. യേശു അവനോട്, നീ എന്റെ പിന്നാലെ വരിക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഈ വേദഭാഗങ്ങളൊക്കെ നമ്മൾ വ്യാഖ്യാനിച്ച് കേട്ടിട്ടുള്ളതാണ്. ഞാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. എല്ലാവരും യേശുവിന്റെ കൂടെ പോകാൻ മനസ്സുള്ളവരുണ്ട്. യേശു ഒരു അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി ആയിട്ട്, അല്ലെങ്കിൽ യേശുവിന്റെ കൂടെ പോകുന്നത് യേശുവിന്റെ ശിഷ്യനാകുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ആകർഷകമായിട്ടൊരു കാര്യമായി കാണുന്നവരെ പോകുള്ളൂ. യേശുവിന് എന്ത് ഓഫർ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് പ്രധാനം. ഇപ്പൊ യേശുവിന് ഭൗതികമായിട്ടുള്ളതൊന്നും ഓഫർ ചെയ്യാനായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ഭൂമിയിലെ ബന്ധങ്ങളെക്കാൾ യേശുവിന് പ്രാധാന്യം കൊടുക്കണമെന്നൊക്കെ കണ്ടപ്പോ യേശുവിന്റെ കൂടെ പോകാൻ മനസ്സ് കാണിക്കാത്ത ആളുകളെ കുറിച്ച് കൂടെ കാണാനായിട്ട് സാധിക്കും. യേശുവിന്റെ ശിഷ്യവൽക്കരണ പരിപാടിയുടെ ഭാഗമായിട്ട് യേശു എന്ത് ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് ചുരുക്കമായിട്ട് അടുത്തായിട്ട് ചിന്തിക്കും. യേശുവിന്റെ കൂടെ നടക്കുന്ന സമയത്ത് യേശു അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരാം. മർക്കോസ് 9-ാം അധ്യായത്തിന്റെ 33 മുതൽ 37 വരെ. മർക്കോസ് 9:33 മുതൽ 37 വരെ. അവൻ കഫർന്നഹൂമിൽ വന്ന് വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് തമ്മിൽ ബാധിച്ചത് എന്ത് എന്ന് അവരോട് ചോദിച്ചു. അവരോ തങ്ങളുടെ ഇടയിൽ വലിയവൻ ആർ എന്ന് വഴിയിൽ വെച്ച് ബാധിച്ചത് കൊണ്ട് മിണ്ടാതിരുന്നു. അവൻ ഇരുന്ന് പന്തിരുവരെയും വിളിച്ചു, ഒരുവൻ മുമ്പനാകുവാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനുമാകണം എന്ന് പറഞ്ഞു. ഒരു ശിശുവിനെ എടുത്ത് അവരുടെ നടുവിൽ നിർത്തി അണച്ചുകൊണ്ട് അവരോട്, ഇങ്ങനെയുള്ള ശിശുക്കളിൽ ഒന്നിനെ എന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെ അല്ല, എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞു. അപ്പൊ യേശു തന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരെ ശ്രദ്ധിക്കുകയും അവര്
സംസാരിക്കുന്ന വാക്കുകൾ കേൾക്കുകയും അവിടെയൊക്കെ തിരുത്തലുകൾ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ശിശുവൽക്കരണത്തിന്റെ പ്രമാണങ്ങള് വിശദമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. യേശുവിന്റെ മോഡലാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തായിരുന്നു വഴിയിലെ ചർച്ച? ഒരുമുണ്ടായിരുന്നു. കാരണം ആരാണ് വലിയവൻ? നമ്മുടെ എല്ലാവരുടെയും ഇടയിലുള്ള നമ്മുടെ ഉള്ളിലൊക്കെയുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആരാണ് വലിയവൻ? എങ്ങനെ വലിയവനാകാം എന്നുള്ള ചോദ്യമാണ്. യേശു അവരെ വിളിച്ച് പറഞ്ഞു, അതിനുള്ള ട്രെയിനിങ് അവർ കൊടുത്തു. വലിയവനാകുന്നത് നല്ല കാര്യം, ഒരു കുഴപ്പമില്ല, നല്ല കാര്യമാണ്. പക്ഷെ വലിയവനാകുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ധാരണയാണ് തിരുത്തേണ്ടത് എന്ന് യേശു അവർക്ക് കാണിച്ചു. അതേപോലെ തന്നെ മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് സമാനമായിട്ടുള്ളൊരു വേദഭാഗം കാണാം. മത്തായി 16-ന്റെ 5 മുതൽ 12 വരെ. ശിഷ്യന്മാർ അക്കരെ പോകുമ്പോൾ അപ്പം എടുപ്പാൻ മറന്നുപോയി. എന്നാൽ യേശു അവരോട്, നോക്കുവിൻ, ഫരീസന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അപ്പം കൊണ്ടുപോരാകിയാലായിരിക്കും എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അത് അറിഞ്ഞിട്ട് യേശു പറഞ്ഞത്, അല്പവിശ്വാസികളെ, അപ്പം കൊണ്ടുവരാകിയാൽ തമ്മിൽ പറയുന്നത് എന്ത്? ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ? 5000 പേർക്ക് 5 അപ്പം കൊടുത്തിട്ട് എത്ര കുട്ട എടുത്തു എന്നും 4000 പേർക്ക് 7 അപ്പം കൊടുത്തിട്ട് എത്ര വട്ടി എടുത്തു എന്നും ഓർക്കുന്നില്ലയോ? പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറഞ്ഞത് അപ്പത്തെ കുറിച്ചല്ല എന്ന് തിരിച്ചറിയാത്തത് എന്ത്? അങ്ങനെ അപ്പത്തിന്റെ പുളിച്ച മാവല്ല, പരീശന്മാരുടെയും സദൂക്യരുടെയും ഉപദേശം അത്ര സൂക്ഷിച്ചു കൊള്ളുവാൻ അവൻ പറഞ്ഞു എന്ന് അവർ ഗ്രഹിച്ചു. അപ്പൊ അവരുടെ ഇടയില് അവരുടെ കൂടെ നടക്കുന്ന സമയത്ത് അവര് സംസാരിക്കുന്ന വിഷയങ്ങള്, ചർച്ചകളൊക്കെ കേൾക്കുകയും വേണ്ട സമയങ്ങളിൽ തക്ക തിരുത്തലുകള്, പ്രബോധനങ്ങളൊക്കെ കൊടുക്കാനായിട്ട് യേശു ശ്രദ്ധിച്ചു. യേശുവിന്റെ മോഡലിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. യേശുവിന്റെ മോഡലിന്റെ ഏറ്റവും വലിയ പ്രസ്താവന ശുശ്രൂഷ സ്വീകരിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്ര മനുഷ്യപുത്രൻ വന്നത് എന്നുള്ള മോഡലാണ്. നമുക്കറിയാം. സെർവൻ ലീഡർഷിപ്പ് എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. അതെന്തുമാത്രം നമ്മൾ പരിശീലിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തില് യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ കഥ നമുക്കറിയാം. ആ സംഭവത്തിന് ശേഷം യേശു പറയുന്ന പ്രസ്താവന നമുക്ക് വായിക്കാം. അതിന്റെ 12 മുതൽ 17 വരെയുള്ള വാക്യം. അവൻ അവരോട് അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്ന അവരോട്, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നത് എന്ന് അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകും. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. യേശു വാസ്തവത്തിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയത് അവർക്ക് ദൃഷ്ടാന്തം കാണിക്കാനാണ്. എങ്ങനെയാണത് ഗുരുവാകുന്നത്, വലിയവനാകുന്നത്, ശിഷ്യന് ചേർന്നതായിട്ടുള്ള രീതിയിൽ യേശുവിന്റെ പ്രകൃതം വരുന്നത് മറ്റുള്ളവരെ ശുശ്രൂഷിച്ചുകൊണ്ടാണ് എന്ന് യേശു മാതൃക വഴി കാണിച്ചു തന്നു. അപ്പൊ യേശുവിന്റെ ശിഷ്യവൽക്കരണ മോഡലിനെ കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, നമ്മളാണല്ലോ ഇപ്പൊ യേശുവിന്റെ സ്ഥാനത്ത് നിൽക്കേണ്ടത്. അല്ലെങ്കിൽ സഭയിലെ മുതിർന്ന സഹോദരന്മാരെ, ഇളയ സഹോദരന്മാരെ ശിഷ്യരാക്കുകയാണല്ലോ ചെയ്യേണ്ടത്. 2-3 കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മളിൽ അല്ലെങ്കിൽ മുതിർന്ന സഹോദരന്മാരിൽ യേശുവിനെ കാണാനായിട്ട് സഭയിലെ വിശ്വാസികൾക്ക് സാധിക്കും. അട്രാക്റ്റീവ് പേഴ്സണാലിറ്റീസ് ആയിട്ട് നമ്മൾ തീരുന്നത്. അട്രാക്റ്റീവ് എന്ന് പറയുന്നത് കാണാനുള്ള ആകർഷകത്വമോ അല്ലെങ്കിൽ നമ്മൾ പ്രസംഗചാതുരിയുടെ കഴിവുകളോ അല്ലെങ്കിൽ നമ്മളുടെ മറ്റ് പ്രാപ്തികളോ അല്ല. യേശുവിന്റെ പേഴ്സണാലിറ്റി,
അല്ലെങ്കിൽ യേശുവിന്റെ പ്രകൃതം നമ്മളിൽ തെളിഞ്ഞു കണ്ട് ഈ ശിഷ്യനെ പോലെ എനിക്കാകണം എന്നുള്ള വാഞ്ച ഉണ്ടാകുന്നതാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാരെ ഉണ്ടാക്കാനായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സഭകളിൽ ശിഷ്യന്മാരുണ്ടായി വരണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും നമുക്ക് കിട്ടിയ പരിശീലന പരിപാടിക്ക് അനുസരിച്ച് ആ മോഡല് പിന്തുടർന്നാൽ മാത്രമേ നമുക്ക് ശിഷ്യന്മാരെ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഊന്നാൻ ആഗ്രഹിക്കുന്ന വിഷയം, തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് സ്വാധീനങ്ങൾ കൊണ്ടാണ്, ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്. ഒന്നാമതായിട്ട് ചിന്തയല്ല, യുക്തിസഹമായിട്ട് ചർച്ചകളല്ല, ഡിബേറ്റുകളല്ല, ഡയലോഗുകളല്ല, ജീവിത മാതൃകകളാണ് ആളുകളെ രൂപാന്തരപ്പെടുത്തുന്നത്, സ്വാധീനിക്കുന്നത്. യേശുവിനെ കണ്ടാൽ യേശുവിന്റെ കൂടെ കൂടാൻ തോന്നും. ജീവനെ പോലെ ആയാൽ കൊള്ളാമെന്ന് തോന്നും. യേശുവിനെ പോലെ ഉള്ളവരുടെ കൂടെ നടന്ന് അവരെ പോലെ ആകാൻ നമ്മുടെ സഭകളിൽ ധാരാളം സാധ്യതകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇനിയും നമുക്ക് നമ്മുടെ സഭകളെ എങ്ങനെ ശിഷ്യവൽക്കരണത്തിന്റെ കളരികളാക്കി മാറ്റാമെന്നതിനെ സംബന്ധിച്ചുള്ള ചുരുക്കം ചില ചിന്തകൾ ചർച്ച ചെയ്യാം. സഭകളെ സംബന്ധിച്ച് ഒന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമുക്കെല്ലാവർക്കും ആത്മവരങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക പ്രാപ്തികൾ, ശുശ്രൂഷ വരങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ വരങ്ങളൊക്കെയും മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ളതാണെന്ന് നമുക്കറിയാം. സ്പീക്കിംഗ് ഗിഫ്റ്റ്സ് ഉണ്ട്, ഡൂയിങ് ഗിഫ്റ്റ്സ് ഉണ്ട്. ഇത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും അതിനുവേണ്ടി മറ്റുള്ളവരെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നൊരു സംവിധാനം ഓരോ സഭകളുണ്ട്. സഭകളിലുള്ള വിശ്വാസികളോട് ചോദിച്ചാൽ തങ്ങളുടെ ആത്മവരം എന്താണ് എന്നവർക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. അതറിയുന്നില്ലാത്തവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എന്ന് മാത്രമല്ല, വരങ്ങളുടെ പ്രാഥമിക ഉദ്ദേശം മറ്റുള്ളവരുടെ നന്മയാണ്, മറ്റുള്ളവരുടെ ആത്മീയ വളർച്ചയാണ് എന്നുള്ള കാര്യം കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഓരോ സഭയ്ക്കും ഒരു സംസ്കാരവും ഒരു ദർശനവും, അത് ഓരോ കാലഘട്ടത്തിന്റെ പ്രത്യേകതകളും അവിടുത്തെ അംഗങ്ങളുടെ പ്രത്യേകതകളും ഒക്കെ ആയിരിക്കാം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ആ സഭാ നേതൃത്വത്തിന് ആ സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിന്റെ പ്രകടനം കൂടിയാണ്. സഭ പ്രാഥമികമായിട്ടും ഒരു കുടുംബാനുഭവമായിരിക്കും. ഈ കുടുംബാനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുടുംബാനുഭവത്തിന്റെ സമൃദ്ധിയിൽ നിന്ന് തന്നെ നമ്മൾ അറിയാതെ ധാരാളം കാര്യങ്ങൾ ചെയ്ത് പരിശീലിച്ചു പോകും. അപ്പൊ ഒരു വീടിനെ കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ, ആ വീട്ടിൽ നിന്നുള്ള ആളുകൾക്ക് പല പ്രത്യേകതകളും കാണും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു സഭയിൽ നിന്നുള്ള ആളുകൾക്കും അതിന്റെ പ്രത്യേകതകൾ കാണും. പക്ഷെ നമ്മളുടെ പ്രത്യേകതകൾ എന്തായിരിക്കും? എല്ലാവരെയും ചേർത്ത് നിർത്തി അവരെ യേശുവിനെ പോലെ ആക്കി തീർക്കുന്ന ഒരു സംസ്കാരം. ഇതിനൊരു വൈകാരിക തലവും നിർബന്ധത്താലും പേടിപ്പിച്ചു അല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, ശാസിച്ചു അല്ല. അതിനൊക്കെ ചെറിയ റോളുകളുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അറിയാതെ അങ്ങനെ അങ്ങ് ആയിപ്പോകുന്ന വിധത്തിലുള്ള ഒരു വൈകാരിക അന്തരീക്ഷം സഭകളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കണം. തിരക്കാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ തിരക്ക് നമ്മുടെ മുൻഗണനകളനുസരിച്ച് വ്യത്യാസപ്പെട്ടു വരാനായിട്ട് ഇടവരും. മൂന്നാമതായിട്ട് സഭകളെ കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യം, ഓരോ വർഷവും നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോകണം, ശിശുവൽക്കരണ പരിപാടിയിൽ എത്രത്തോളം നമുക്ക് സ്റ്റെപ്പ് എടുക്കാൻ സാധിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് സഭകൾക്ക് വേണം. ഇപ്പോഴൊരു പുതിയ വർഷത്തിന്റെ പടിവാതിൽക്കൽ നമ്മൾ വന്നു നിൽക്കുകയല്ലേ. ഇപ്പൊ 2024 നമ്മുടെ സഭയിലെ ശിഷ്യന്മാർക്ക് എത്രത്തോളം വളർച്ച ഉണ്ടാകണം, ഏതൊക്കെ മേഖലയിൽ വളർച്ച ഉണ്ടാകണം എന്നൊരു ധാരണ വേണം. അപ്പൊ ഈ ധാരണയെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം, നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്കാണ് ആദ്യം മുന്നേറ്റം ഉണ്ടാകേണ്ടത്. ഞാൻ എത്താത്ത സ്ഥലത്തേക്ക്, ഞാൻ പോകാത്ത സ്ഥലത്തേക്ക് എന്റെ അനുയായികളെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഓൾറെഡി ഇവിടെ എത്തിയതിനത്തേക്ക് നിങ്ങളെയും കൂടി ഞാൻ കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അതിന്റെ കഥയുണ്ട്. അപ്പൊ ഈ ശിഷ്യവൽക്കരണത്തിലുള്ള മുന്നേറ്റം പ്രാഥമികമായിട്ടും
സഭയിലെ മുതിർന്ന സഹോദരന്മാരുടെ വളർച്ചയും മുന്നേറ്റവുമാണ്. സഭകളുടെ തളർച്ചയും തകർച്ചയും എന്ന് പറയുന്നത് ഇങ്ങനെ മുന്നേറേണ്ട ആൾക്കാര് വേണ്ടത്ര മുന്നേറാത്തതാണെന്നും പറയേണ്ടി വരും. നാലാമതായിട്ട് ഇതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, സഭയില് വെറൈറ്റിയാണ്, വൈവിധ്യമാണ്. പ്രായമുള്ളവരുണ്ട്, പ്രായമില്ലാത്തവരുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, മക്കളുണ്ട്. സാംസ്കാരിക വ്യത്യാസം, വിദ്യാഭ്യാസ വ്യത്യാസം, അത്രയ്ക്കോ വ്യത്യാസങ്ങളുള്ളവരും. ഇവരെല്ലാവരെയും ചേർത്ത് കൊണ്ടുപോകുമ്പോൾ അവരുടെ പ്രത്യേകതകൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി, ശിഷ്യവൽക്കരണ പരിപാടി വേണം. ഇപ്പൊ യൂത്തിനെ സംബന്ധിച്ച് അവരുടെ പ്രത്യേകതകൾ പരിഗണിച്ചിട്ടുള്ള പരിപാടികൾ, സഹോദരിമാരെ സംബന്ധിച്ച് അവരുടെ പ്രത്യേകതകൾ പരിഗണിച്ചുള്ള പരിപാടികളാണ്. പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മുടെ സഭകളിലെ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ്. നമ്മുടെ മീറ്റിങ്ങുകളില്, സൺഡേ മീറ്റിങ്ങുകളിലാകട്ടെ, നമ്മുടെ ബൈബിൾ ക്ലാസ്സുകളിലാകട്ടെ, സഹോദരിമാരുടെ റോളും പരിമിതമാണ്. അവർക്ക് പബ്ലിക് മിനിസ്ട്രി നമ്മൾ സഹോദരന്മാരിരിക്കുന്ന മീറ്റിങ്ങുകൾ നമ്മൾ വചനപ്രകാരം അനുവദിക്കുന്നില്ല. പക്ഷെ ഇത്രയും സഹോദരിമാര് നമ്മുടെ സഭയിൽ ഉണ്ടായിരിക്കും. ഈ സഹോദരിമാരുടെ പ്രാപ്തികളും അവരുടെ പരിശീലന പരിപാടിയിൽ അവർക്കുള്ള റോളും ചെയ്യാനായിട്ട് നമ്മൾ വേണ്ടത്ര പ്രോഗ്രാംസ്, പ്ലാൻസ് ഇല്ല എന്നുള്ളത് വലിയ സങ്കടമാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയം തീത്തോസ് 2-ാം അധ്യായത്തിൽ പറയുന്ന പോലെ, സഭയിലെ സഹോദരിമാർക്കുടെ ഇടയിൽ ഏറ്റവും നല്ല ശുശ്രൂഷ ചെയ്യാൻ സാധിക്കും. ആ വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് ഓരോരുത്തരുടെയും പ്രായവും പക്വതയും വിദ്യാഭ്യാസവും സാംസ്കാരിക പശ്ചാത്തലവും ഒക്കെ മനസ്സിലാക്കി അതിനുള്ള പരിപാടികൾ നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത് ആവശ്യം. അഞ്ചാമതായിട്ട് ഇതിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം, സഭയിൽ വെറുതെ ഇരിക്കുന്നവരുണ്ടാവാൻ പാടില്ല. എവ്രിബഡി മസ്റ്റ് ബി എ കോൺട്രിബ്യൂട്ട്. സഭയില് എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹം പിന്നീട് പ്രശ്നക്കാരാകുമെന്നാണ് ഞാൻ പറയാറ്. വെറുതെ ഇരിക്കുന്നവൻ ബോംബാകും എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള പുസ്തകം. വെറുതെ ഇരിക്കാൻ ആരെക്കുറിച്ച് ഉദ്ദേശിച്ചിട്ടില്ല. ഏതെങ്കിലും വിധത്തിൽ സഭയുടെ ശിഷ്യവൽക്കരണ പരിപാടിയിൽ സംഭാവന നൽകാനായിട്ട് എല്ലാവരെ കുറിച്ച് ഉദ്ദേശിക്കുന്നു. ആ വിധത്തിലേക്ക് അവരെ എക്യുപ്പ് ചെയ്യുക എന്നുള്ള ജോലിയാണ് സഭയ്ക്കുള്ളത്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട്. ഞാൻ കൺക്ലൂഷനിലേക്ക് വരാം. ഞാൻ ടോം സ്കിന്നറുടെ കഥ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ടോമിന്റെ ആദ്യത്തെ തീരുമാനം എന്തായിരുന്നു? അർലം ലോർഡ്സ് എന്നുള്ള ഗുണ്ടാ സംഘത്തിന്റെ നേതൃത്വത്തിലേക്ക് അംഗമാകുക എന്നുള്ളത്. അത് വിശ്വാസികളായിട്ട് മാതാപിതാക്കൾക്ക് ജനിച്ചിട്ടോ എന്തുകൊണ്ടായിരിക്കും ഇവിടെ പറയാൻ പറ്റില്ല. എന്തായാലും യൗവനത്തിന്റെ ആ തിളപ്പിൽ 14-15 വയസ്സുള്ള ആ പ്രായത്തിൽ ഈ ഹർലം ലോർഡ്സ് കാണിക്കുന്ന വീരകൃത്യങ്ങൾ, അവരുടെ പോരാട്ടങ്ങൾ ഒക്കെ കണ്ട് അവനൊരു വികാര തിളപ്പില് അവരെ ഹീറോകളായി കാണാൻ അവന് സാധിച്ചായി. അതിനുവേണ്ടി റിസ്ക് എടുക്കാൻ അവൻ തയ്യാറായി. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. നമുക്കൊരാളോട് ഇഷ്ടമായാൽ, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിനോട് ഇഷ്ടമായാൽ, അതിനു വേണ്ടി റിസ്ക് എടുക്കാൻ ജീവൻ വരെ പണയം വയ്ക്കാൻ തയ്യാറ്. പക്ഷെ അവിടെ അവൻ ഇരിക്കുന്ന സമയത്ത്, അതിന്റെ നേതാവായിട്ട് വലിയൊരു സ്ട്രീറ്റ് ഫൈറ്റ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനേക്കാൾ ആകർഷകനായിട്ടുള്ള ഒരു വ്യക്തി അവർ കണ്ടുമുട്ടി. അവനെ പിടിച്ചിരുത്തിയ വലിയൊരു സന്ദേശം അവന്റെ ഹൃദയത്തിലേക്ക് എത്തി. ഹർലം ലോർഡ്സ് പോന്നാൽ അവന് ജീവൻ വരെ നഷ്ടപ്പെടുമായിരുന്നു. എന്നാൽ ആ റിസ്ക് എടുക്കാനായിട്ട്, യേശു ക്രിസ്തുവിനെ അവന്റെ നേതാവായി കൈക്കൊള്ളാനായിട്ട് അവൻ തീരുമാനിച്ചു. നമ്മുടെ നേതാവാണ്. നമുക്ക് കർത്താവ് ആകർഷകനായിട്ടൊരു വ്യക്തിയാണ്. കർത്താവിന്റെ ശിഷ്യനാകുക എന്നുള്ളത് നമ്മളെ ഹരം പിടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ കർത്താവിന്റെ പിന്നാലെ പോയി ഈ ലോകത്തിലെ അനേകർക്ക് കർത്താവിന്റെ സ്നേഹം പകർന്നു കൊടുക്കുന്നത് എനിക്കൊരു ജീവിതത്തിൽ ഒരു ആവേശമായി തീരാനായിട്ട് ഇടവരും. അല്ലെങ്കിൽ മറ്റുള്ളവരെ കർത്താവിന്റെ ശിഷ്യരായി പരിശീലിപ്പിക്കുന്ന കാര്യത്തിൽ അവർക്ക് അനുഗ്രഹം വരുന്ന വിധത്തിൽ എന്റെ ജീവിതം മാറ്റാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. ഹർലം ലോർഡ്സ് ഹർലമിലെ പേരുകേട്ട അല്ലെങ്കിൽ കുപ്രസിദ്ധരായിട്ടുള്ള ഒരു ടീമായിരുന്നുവെങ്കിൽ പിന്നീട് അവിടെ
ഒരു ഇവാഞ്ചലിസ്റ്റിക് റാലി നടത്തുന്ന ഇതിലേക്ക് ടോം സ്കിന്നർ വളർന്നു. തന്റെ ജീവിതകാലത്ത് 52 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചുള്ളൂ. ലുക്യമേ പിടിച്ച് അദ്ദേഹം മരിച്ചുപോയി 94. പക്ഷെ ആ കാലം കൊണ്ട് എത്രയോ പേർക്ക് സുവിശേഷത്തിന്റെ മധുരം പകരാൻ, വിദ്യാഭ്യാസ മേഖലകളിൽ പിന്നോക്കം നിൽക്കുന്ന അനേകർക്ക് വിദ്യാഭ്യാസം നൽകാൻ ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പ്രാഥമികമായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. തീരുമാനങ്ങളെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ള പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത്, തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ തീരുമാനങ്ങൾ ഞെങ്ങി കൈക്കൊള്ളുന്നതോ അല്ല. നമ്മൾ പല തീരുമാനങ്ങളും കഴിഞ്ഞ വർഷം 2022 അവസാനത്തിൽ 2023 ആരംഭത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട്. അത് എന്താണെന്ന് വരെ ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. പലപ്പോഴും പുതുവർഷ തീരുമാനങ്ങളെ കുറിച്ച് പറയുന്നത് 1 മാസത്തേക്ക് ഉണ്ടാവുള്ളൂ എന്നാണ് മാക്സിമം. അപ്പൊ അതിന്റെ പുറകിലുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു മോട്ടിവേറ്റഡ് തീരുമാനമല്ല, നമ്മൾ ഉത്സാഹിപ്പിക്കപ്പെട്ടിട്ട് ചെയ്യുന്ന തീരുമാനങ്ങളാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഉത്സാഹിപ്പിക്കപ്പെടാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിൽ കഥയില്ല. അപ്പൊ ഈ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ നമ്മൾ ശിഷ്യന്മാരാകുന്നതിന്റെ കാര്യമാണ് ചർച്ച ചെയ്തത്. ആ കാര്യത്തിൽ നമ്മെ സഹായിക്കേണ്ടത് നമ്മുടെ സഭയാണ്, നമ്മുടെ കുടുംബം. നമ്മൾ എന്ത് ഉദ്ദേശത്തോടു കൂടി, എന്ത് ദർശനത്തോടു കൂടി കോഴിക്കോട് സഭ അല്ലെങ്കിൽ പൈമ്പള്ളിയിലെ സഭ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് നേതൃത്വത്തിനൊരു ദർശനമുണ്ട്. ആ ദർശനം അംഗങ്ങൾക്ക് കൈമാറാനായിട്ട് സാധിക്കും. അതും അടിച്ചേൽപ്പിക്കുന്ന വിധത്തിലല്ല, ആകർഷകമായ വിധത്തിൽ. യേശുവിന്റെ പിന്നാലെ സന്തോഷത്തോടു കൂടി ശിഷ്യന്മാർ പലരും പോയതുപോലെ അങ്ങനെ പോയെങ്കിൽ മാത്രമേ അത് സാധിക്കൂ. അപ്പൊ ആ വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ തീരുമാനങ്ങൾ കൈക്കൊള്ളാനായിട്ട് ഇൻഡിവിജ്വൽസ് സാധിക്കണം, കുടുംബങ്ങൾക്ക് സാധിക്കണം. അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, ഒരു വൈകാരികമായിട്ടുള്ള അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു സാംസ്കാരികമായിട്ടുള്ള അന്തരീക്ഷം, ഒരു സ്നേഹ അന്തരീക്ഷമുണ്ട് എന്നാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ചർച്ച ചെയ്യാൻ ആവശ്യമുള്ള ചില ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങൾ തന്നെ ചർച്ച ചെയ്യണമെന്നില്ല എങ്കിലും ഞാൻ സ്പർശിക്കാത്ത ചില മേഖലകൾ കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സന്ദേശം ചുരുക്കാം. 1, രക്ഷയ്ക്കായി യേശുവിനെ വിശ്വസിക്കുന്നവർ ശിഷ്യത്വം എന്ന വിഷയം ഗൗരവമായി പരിഗണിക്കുന്നു. രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ ആളുകളോട് പറയുകയും സുവിശേഷം അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആളുകൾ യേശുവിനെ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാനായിട്ട് തയ്യാറാകുന്നുണ്ട്. പക്ഷെ പുതിയ നിയമത്തിൽ നാം വായിക്കുമ്പോൾ വിശ്വാസികളെ കുറിച്ചല്ല, ശിഷ്യന്മാരെ കുറിച്ചാണ് വായിക്കുന്നത്. ആ ഒരു രീതിയിൽ ഉള്ള സന്ദേശം നമ്മൾ കൈമാറുന്നു. ധ്യാന സമയത്ത് ശിഷ്യനാകുന്നതിന്റെ ആദ്യ പടി എന്ന് നാം പറയും. പിന്നീട് ആ മേഖലയിൽ പരിശീലനം പ്രാപിക്കുന്നു, പരിശീലനം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രോജക്റ്റ്, അങ്ങനെ ഒരു ദർശന സഭകൾക്കും. പൗലോസ് ലേഖനം 1:28 പൗലോസ് പറയുന്ന പോലെ, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തി ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടു കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു എന്നുള്ള ദർശനം. ഗുരുവിനെ പോലെ ആകുന്ന ശിഷ്യന് മതി എന്ന് കർത്താവ് പറഞ്ഞ ആ ഒരു കാഴ്ചപ്പാട്, നമ്മുടെ ഗുരു ആരാണ്? കർത്താവാണ്. ഒരുപക്ഷെ സഭകളിൽപ്പെട്ട ഗുരുക്കന്മാര് നമ്മളാരോരുത്തരൊക്കെയാണ്. അപ്പൊ ഈ ഗുരുവിനെ പോലെ ആക്കുന്ന പരിപാടിയാണ് എന്നുള്ള ചിന്ത നമുക്ക്. ശിഷ്യത്വം എന്ന വിഷയം സഭകളിൽ ഒരു പ്രധാന പാഠ്യ വിഷയമാണ്. അവസാനമായി, ശിഷ്യത്വം നമുക്ക് ആകർഷകമാണ്. ഇതൊരു മെനക്കേട് പിടിച്ച പരിപാടിയാണ്, ശ്വാസം വിട്ടാണ്ട് വൃത്തിയില്ലല്ലോ എന്നുള്ള ചിന്തയാണ്. അതോ ശിഷ്യത്വം നമുക്ക് ആകർഷകം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സന്ദേശം ചുരുക്കുന്നു. ശിഷ്യത്വം എന്ന അതീവ ഗൗരവമേറിയ ഈ വിഷയം വളരെ പ്രായോഗികമായിട്ട്, അതേസമയം ലളിതമായിട്ട് നമ്മളോട് പറഞ്ഞു തന്നു. താൻ കാണിച്ച ഈ ആത്മാർത്ഥമായിരിക്കുന്ന ഈ പരിശ്രമത്തിന് നമുക്ക് നന്ദി പറയാം. പ്രിയ സഹോദരനെയും കുടുംബത്തെയും ദൈവം ഈ ശിഷ്യത്വ പരിശീലന പരിപാടിയിൽ ഇനിയും കൂടുതൽ മുന്നേറുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം കേട്ടതുപോലെ നമ്മുടെ സഭകളിൽ ഈ ശിഷ്യത്വ പരിശീലനം ഏറ്റവും ഗൗരവമായിട്ട് തന്നെ എടുക്കുവാൻ നമുക്ക് കഴിയേണ്ടതാണ്. അത് എത്രത്തോളം നമുക്ക് സാധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. എന്തായാലും നാം കേട്ടതുപോലെ
കർത്താവിനെ അനുഗമിക്കാനുള്ള തീരുമാനം. ആ തീരുമാനം ഓൾറെഡി നമുക്കുണ്ട്. അത് എത്രത്തോളം നമ്മൾ മുന്നേറിയിട്ടുണ്ട്, എത്രത്തോളം വിജയിച്ചിട്ടുണ്ട്, എത്രത്തോളം നമുക്ക് ആ കാര്യത്തിൽ നമ്മുടെ പിന്നാലെ വരുന്നവർക്ക്, നമ്മളെക്കാൾ നമുക്ക് ശേഷം വന്ന വിശ്വാസികളുടെ മുമ്പിൽ എത്രത്തോളം മാതൃക കാണിക്കാൻ കഴിഞ്ഞു. നാം കേട്ടതുപോലെ ശിഷ്യത്വം എന്ന് പറഞ്ഞു പഠിപ്പിക്കേണ്ട പലപ്പോഴും ആവശ്യമായിരിക്കാം. എങ്കിലും അതിലുപരി ജീവിച്ച് കാണിക്കുക, മാതൃകയായിട്ട് ജീവിക്കുക, കർത്താവിനെ പോലെ ഇടപെടുക, പെരുമാറുക, കർത്താവിൻ്റെ മൂല്യങ്ങൾ, കർത്താവിൻ്റെ ദർശനങ്ങൾ, കർത്താവ് കൊണ്ടുപോയ ആ ബന്ധങ്ങൾ, അതൊക്കെ നമുക്ക് പകർത്തുവാൻ എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. ഈ ക്ലാസ്സിൽ സംബന്ധിച്ച എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു.